വിശദമായ വാർത്തകളിലേക്ക്. സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളോട് കിടപിടിക്കുന്ന സൗകര്യങ്ങൾ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി. എല്ലാ മെഡിക്കൽ കോളേജുകളിലും ക്യാൻസർ ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കുമെന്നും മുഖ്യമന്ത്രി. എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജിൽ നിർമ്മിക്കുന്ന മാതൃശിശു സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സാ സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവരങ്ങളുമായി സാലി ചേരുകയാണ്. സാലി, എന്തെല്ലാം കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പറഞ്ഞത്? പ്രിയ, സർക്കാർ ആശുപത്രികൾ വലിയ തോതിൽ മെച്ചപ്പെടുത്തി വരികയാണ് ഇടതു സർക്കാർ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രളയം സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. പക്ഷേ ആ പരിമിതികൾക്കിടയിലും സാധാരണക്കാരന് മികച്ച ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി വിവിധ പദ്ധതികൾ ആർക്കം പോലുള്ള പദ്ധതി നടപ്പിലാക്കി വരികയാണ്. അതുകൊണ്ട് തന്നെ PHC മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള എല്ലാ കേന്ദ്രങ്ങളും മികവിന്റെ കേന്ദ്രങ്ങളായി, എല്ലാ ആശുപത്രികളും മികവിന്റെ കേന്ദ്രങ്ങളായി മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞത്. പുതുതായി അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏത് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയോട് കിടപിടിക്കുന്ന ചികിത്സാ സൗകര്യങ്ങളുള്ള കേന്ദ്രങ്ങളായി സർക്കാർ മെഡിക്കൽ കോളേജുകളെ മാറ്റാൻ ഉള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണ്. എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഒപ്പം തന്നെ ക്യാൻസർ ചികിത്സയ്ക്കുള്ള ആധുനിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തും എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. കളമശ്ശേരിയിൽ എറണാകുളം മെഡിക്കൽ കോളേജിന്റെ മാതൃശിശു സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സാ സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനവും കാത്ത് ലാബിന്റെ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഈ എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ മാതൃശിശു സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സാ സമുച്ചയത്തിന്റെ മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പ്രിയ, അത് സംബന്ധിച്ച് അതിന്റെ ശിലാസ്ഥാപന ക്രമമാണ് നിർവഹിച്ചിരിക്കുന്നത്. അതായത് മാതൃശിശു കുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടിയുള്ള എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനുള്ള ബൃഹത് പദ്ധതിയാണ്. ആർദ്രം പദ്ധതിയുടെ കീഴിൽ സംസ്ഥാന സർക്കാർ എല്ലാ സർക്കാർ ആശുപത്രികളിലും നടപ്പിലാക്കി വരുന്ന ഒരു പദ്ധതിയുടെ ഭാഗമാണ്. അതിന്റെ ഭാഗമായി കളമശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന എറണാകുളം മെഡിക്കൽ കോളേജിലും ഇതിന്റെ കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കുകയാണ്. 2020 ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയും. അതായത് ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ ഈ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യാൻ കഴിയും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതിന്റെ ശിലാസ്ഥാപന കർമ്മമാണ് ഇപ്പോൾ നിർവഹിച്ചത്. ഒപ്പം തന്നെ ഹൃദ്രോഗ ചികിത്സയ്ക്ക് ആവശ്യമായ കാത്ത് ലാബ് സംവിധാനം ഇതിനകം തന്നെ മെഡിക്കൽ കോളേജിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി ഈ ചടങ്ങിൽ നിർവഹിച്ചു. ശരി, സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളുടെ കിടപിടിക്കുന്ന സൗകര്യങ്ങൾ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു. എല്ലാ മെഡിക്കൽ കോളേജുകളിലും ക്യാൻസർ ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജിൽ നിർമ്മിക്കുന്ന മാതൃശിശു സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സാ സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവരങ്ങളാണ് സാലി മുഹമ്മദ് നൽകിയത്. അലോക് വർമ്മയ്ക്കെതിരെ CBI അന്വേഷണത്തിന് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ ശുപാർശ ചെയ്യും. മാംസവ്യാപാരി മൊയിൻ ഖുറേഷിക്കെതിരായ കള്ളപ്പണക്കേസിൽ ഹൈദരാബാദ് സ്വദേശി സതീഷ് ബാബു സനയിൽ നിന്ന് 2 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്നും IRCTC അഴിമതി കേസിൽ ഒരു പ്രതിയെ FIR-ൽ നിന്ന് ഒഴിവാക്കിയെന്നുമുള്ള ആരോപണങ്ങളിലാണ് അന്വേഷണം ആവശ്യപ്പെടുക. വിവരങ്ങളുമായി ഹരീഷ് ചേരുന്നുണ്ട്. ഹരീഷ്, ഈ അന്വേഷണത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? പ്രിയ, 2 കേസുകളിൽ മുൻ CBI ഡയറക്ടർ അലോക് കുമാർ വർമ്മയ്ക്കെതിരെ അന്വേഷണം വേണമെന്നാണ് CVC CBIയോട് ശുപാർശ ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിൽ തന്നെ വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത് CVCക്ക് വേണ്ടി അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതല വഹിച്ച AK പട്നായിക്, മുൻ സുപ്രീം കോടതി ജസ്റ്റിസായ AK പട്നായിക് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. പല വിഷയങ്ങളിലും അദ്ദേഹത്തിനെതിരെ തെളിവുകളില്ല, അലോക് കുമാർ വർമ്മയ്ക്കെതിരെ തെളിവുകളില്ലെന്നും അദ്ദേഹത്തിനെതിരെയുള്ള 10ഓളം ആരോപണങ്ങളിൽ എല്ലാത്തിനും ഒന്നിൽ നിന്നും അദ്ദേഹം പണം കൈപ്പറ്റിയെന്ന് തെളിയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ലെന്നും CVC റിപ്പോർട്ട് പ്രകാരം അങ്ങനെയാണ് പറയുന്നതെന്ന് ചൂണ്ടിക്കാണിക്കും. പക്ഷെ എന്നിട്ട് പോലും ഇപ്പോൾ CVC CBIയോട് അന്വേഷണം ആവശ്യപ്പെട്ടു. അപ്പൊ ഇതിനുള്ളിൽ തന്നെ വ്യക്തമായി തന്നെ ഗൂഢാലോചനയുണ്ട്, അല്ലെങ്കിൽ നിഗൂഢതയുണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം എന്തടിസ്ഥാനത്തിലാണ് ഈ AK പട്നായിക്കിനെ പോലുള്ള ജസ്റ്റിസ് പോലും ചൂണ്ടിക്കാണിക്കുന്നു അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ തെളിവുകളില്ലെന്നെല്ലാം ചൂണ്ടിക്കാണിച്ച സമയത്ത് പോലും ആ CVCയുടെ അന്വേഷണത്തിന് മേൽനോട്ട ചുമതല വഹിച്ച AK പട്നായിക്കാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയപരമായ കാര്യം, അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ട് പോലും ഇപ്പോൾ 2 കേസുകളിൽ അന്വേഷണം വേണമെന്ന് CVC ഈ CBIയോട് അന്വേഷണത്തിന് ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ശുപാർശ ചെയ്യുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ ഇതിന് പിറകിൽ തന്നെ വലിയ രീതിയിലുള്ള എന്തെല്ലോ കള്ളത്തരങ്ങളുണ്ടെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നത് പോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. 2 കേസുകളിലാണ് CVC CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അലോക് കുമാർ വർമ്മയ്ക്കെതിരെ ഉണ്ടായ IRCTC കേസിൽ ഒരു പ്രതിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള സൗകര്യം ചെയ്തു കൊടുത്തു എന്നൊരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നു. IRCTC കേസ് RJD നേതാവ് ലാലു പ്രസാദ് യാദവിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടാണ്
എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനമായി തന്നെ രാകേഷ് അസ്താനയും അതുപോലെ തന്നെ അലോക് കുമാർ വർമ്മയും തെറ്റാനുണ്ടായ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, തർക്കങ്ങൾ പുറം ലോകത്തേക്ക് വരാനുണ്ടായ കാരണം മൊയിൻ ഖുറേഷി എന്ന മാംസവ്യാപാരിയുമായി ബന്ധപ്പെട്ട കേസായിരുന്നു. ആ കേസിൽ മൊയിൻ ഖുറേഷിയുമായി മാംസവ്യാപാരിയുമായി ബന്ധപ്പെട്ട കേസിൽ അലോക് കുമാർ വർമ്മ 2 കോടി രൂപ ഹൈദരാബാദ് സ്വദേശി സതീഷ് സനിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്ന കേസിലും അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചാണ് CBI റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്, ശുപാർശ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തന്നെ ഇതിൽ വലിയ രീതിയിലുള്ള വിഷയങ്ങളിൽ ഈ കാര്യങ്ങൾ പോകുന്നു. പക്ഷേ ഇപ്പോഴും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ വിചാരിക്കുന്നത്, അവരുടെ പ്രതീക്ഷ എന്നത് അവർ തന്നെ കോൺഗ്രസ് അടക്കം വ്യക്തമാക്കിയ കാര്യം, വരും ദിവസങ്ങളിൽ തന്നെ അലോക് കുമാർ വർമ്മ റഫാൽ വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുമായി സജീവമായി രംഗത്ത് വരും, മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തും, മോദിയെ പ്രതിക്കൂട്ടിലാകുന്ന തരത്തിലുള്ള തെളിവുകൾ അദ്ദേഹത്തിന്റെ പക്കലുണ്ട് എന്നുള്ള ഒരു വിശ്വാസം തന്നെയാണ് ഇവരെല്ലാവരും തന്നെ ഇരിക്കുന്നത്. പക്ഷെ എന്തായാലും എന്തെല്ലോ തരത്തിൽ അദ്ദേഹത്തിന് ഭയങ്കരമായ രീതിയിൽ തീവ്രമായ രീതിയിൽ അദ്ദേഹത്തെ അലോക് കുമാർ വർമ്മയെ കേന്ദ്ര സർക്കാർ ഭയക്കുന്നുണ്ടെന്ന് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നു. കാരണം അദ്ദേഹത്തിനെതിരെ CBCയുടെ അന്വേഷണത്തിന് മേൽനോട്ട് ചുമതല വഹിച്ച AK പട്നായിക്ക് അദ്ദേഹത്തിന് അലോക് കുമാർ വർമ്മയ്ക്ക് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് അദ്ദേഹത്തിന് പിന്തുണ നൽകിക്കൊണ്ട് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നു. പക്ഷെ അദ്ദേഹം രംഗത്ത് വന്നതിനപ്പുറം തന്നെ ഇപ്പോൾ CBC അന്വേഷണത്തിന് ശുപാർശ ചെയ്യുന്നു CBIയോട്. അപ്പോൾ എന്തെല്ലാം ഭയങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലോ തരത്തിലുള്ള ഉൾക്കളികൾ ഈ വിഷയത്തിൽ CBI കേസുമായി നടക്കുന്നുണ്ടെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. 2 കേസുകളിലാണ് അലോക് കുമാർ വർമ്മയ്ക്കെതിരെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ CBC രംഗത്ത് വന്നിരിക്കുന്നത്, CBC ശുപാർശ ചെയ്തിരിക്കുന്നത്. പ്രിയ, അലോക് വർമ്മയ്ക്കെതിരെ CBI അന്വേഷണത്തിന് ശുപാർശ വന്നിരിക്കുകയാണ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റേതാണ് ശുപാർശ. വിശദാംശങ്ങളാണ് ഹരീഷ് നൽകിയത്. മകരവിളക്ക് ഉത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ ശബരിമലയിൽ പുരോഗമിക്കുന്നു. പന്തളം കൊട്ടാരത്തിൽ നിന്നും പുറപ്പെട്ട തങ്കയങ്കി ഘോഷയാത്ര ഇന്ന് ലാഹയിൽ പർണശാല കെട്ടി തങ്ങും. വൻ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. വിവരങ്ങളുമായി റിനു ചേരുകയാണ്. റിനു, നാളെയാണ് മകരവിളക്ക്. ഒപ്പം തന്നെ എല്ലാ ഒരുക്കങ്ങളും സന്നിധാനത്ത് പൂർത്തിയായോ? എന്തെല്ലാം വിവരങ്ങളാണ് പുതിയതായി നൽകാനുള്ളത്? പ്രിയ, ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ലാഹയിലേക്ക് ഇത്തരത്തിൽ യാത്ര എത്തുന്നത്, തിരുവാഭരണ ഘോഷയാത്ര എത്തുന്നത്. അവിടെ പർണശാല കെട്ടി തങ്ങും എന്നുള്ളതാണ്. നാളെ വൈകുന്നേരം 6 മണിയോടുകൂടി 5:45 സന്നിധാനത്ത് എത്തുന്ന തിരുവാഭരണ ഘോഷയാത്രയെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ചേർന്ന്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ആനയിച്ച് ശ്രീകോവിൽ നടയിലേക്ക് കൊണ്ടുപോകും. തുടർന്ന് അയ്യപ്പന് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന നടക്കും. അപ്പോഴാണ് നമുക്ക് കിഴക്ക് വശത്തായി കാണുന്ന പൊന്നമ്പലമേട്ടിൽ അയ്യപ്പ ജ്യോതി തെളിയുന്നത്. 3 വട്ടമാണ് അയ്യപ്പ ജ്യോതി തെളിയുന്നത്. അതിനു മുമ്പായി കൃഷ്ണപ്പരുന്ത് വട്ടമിട്ട് പറക്കും എന്നുള്ളതാണ് ആചാരക്രമം. ഇത്തരത്തിൽ എല്ലാ ക്രമീകരണങ്ങളും ഇതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും പൂർത്തിയായതായാണ് കഴിഞ്ഞ ബുള്ളറ്റിൽ നമുക്ക് ദേവസ്വം ബോർഡ് ഞങ്ങളോട് പ്രതികരിച്ചത്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതികരിച്ചത്. ഇപ്പോൾ എല്ലാ ഒരുക്കങ്ങളെയും കുറിച്ചുള്ള ഒരു അവലോകന യോഗം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ശബരിമലയിലെ ദേവസ്വം ബോർഡ് ഓഫീസിൽ നടക്കുന്നു എന്നുള്ളതാണ്. കൃത്യമായി എല്ലാ ഉദ്യോഗസ്ഥരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അവസാനവട്ട ചർച്ചയാണ് മകരവിളക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. അതിനുശേഷം മാധ്യമങ്ങളെ കാണുമെന്നാണ് അദ്ദേഹം അറിയിച്ചത്. നേരത്തെ കഴിഞ്ഞ ബുള്ളറ്റിനിൽ അദ്ദേഹം ഞങ്ങളോടൊപ്പം പ്രതികരിച്ചത് ശബരിമലയെ തകർക്കുവാൻ വേണ്ടി, ദേവസ്വം ബോർഡിനെ തകർക്കുവാൻ വേണ്ടി ചിലർക്കെങ്കിലും പ്രത്യേക ഒരു അജണ്ടയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചില ആരോപണങ്ങളുമായി, ചില വാർത്തകളുമായി, കെട്ടുകഥകളുമായി അവർ മുന്നോട്ട് വരുന്നത് എന്നുള്ളതാണ്. അത് അവസാനിപ്പിക്കണം എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഒരു വാർത്ത, സമാധാനപരമായ ഒരു അന്തരീക്ഷം തന്നെയാണ് നമുക്ക് ശബരിമലയിൽ കാണാൻ കഴിയുന്നത്. നല്ല രീതിയിലുള്ള തിരക്ക് നമുക്ക് സന്നിധാനത്ത് കാണാൻ കഴിയുന്നുണ്ട്. 18-ാം പടിയിലും ഒക്കെ തന്നെ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് രാവിലെ 7 മണി വരെയുള്ള കണക്കനുസരിച്ച് തന്നെ ഏകദേശം 30,000-ത്തിലധികം അയ്യപ്പ ഭക്തർ ഇവിടേക്ക് എത്തി എന്നുള്ളതാണ്. ഇന്നലെ അർദ്ധരാത്രി 12 മണിക്ക് ശേഷം പമ്പ വഴി മാത്രം. ഒപ്പം പുൽമേട്ടിലും അതുപോലെ തന്നെ മറ്റ് എരുമേലി വഴിയും ഒക്കെ തന്നെ കൃത്യമായി അയ്യപ്പ ഭക്തർ എത്തിച്ചേരുന്നുണ്ട് എന്നുള്ളതാണ്. പുൽമേട്ടിലും എരുമേലിയിലും ഒപ്പം പമ്പയിലും ഒക്കെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. 8 വ്യൂ പോയിന്റുകളാണ് മകരവിളക്ക് ദർശനത്തിന് വേണ്ടി സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും ഒരുക്കിയിരിക്കുന്നത്, പുൽമേട്ടിൽ ഉൾപ്പെടെ ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ പമ്പയിൽ, പ്രളയം ബാക്കി വെച്ച പമ്പയിൽ ഇത്തവണ വിരിവെക്കുവാനുള്ള ഒരു അവസരം ഹിൽ ടോപ്പിൽ നൽകുന്നില്ല എന്നുള്ളതാണ്. അത് അപകട സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരത്തിലേക്ക് ദേവസ്വം ബോർഡ് അധികൃതരും പോലീസും പോകുന്നത്. എല്ലാം കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങളോടെ തന്നെ പോലീസും രംഗത്തുണ്ട്, മറ്റ് അർദ്ധ സൈനിക വിഭാഗങ്ങളൊക്കെ തന്നെ രംഗത്തുണ്ട് എന്നുള്ളതാണ്. ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഇവിടെ എത്തുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് ഉണ്ടാകാതിരിക്കുവാനുള്ള ഒരു ഇടപെടൽ നടത്തുന്നുണ്ട്. ഒപ്പം KSRTCയുടെ ഒരു ഇടപെടൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടുന്ന ഒരു സാഹചര്യം. തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ഒക്കെ തന്നെ പമ്പയിലേക്ക് സർവീസ് നടത്തുവാൻ വേണ്ടിയിട്ടുള്ളൊരു ഉത്തരവ് കോടതി നൽകിയെങ്കിൽ പോലും കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ KSRTC വലിയൊരു ഇടപെടൽ ഭക്തർക്ക് വേണ്ടി നൽകുന്നുണ്ട്. കാരണം 900 ബസ്സുകളാണ് മകരവിളക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേക സർവീസ് പമ്പ, നിലയ്ക്കൽ, മറ്റ് പ്രദേശങ്ങളിലേക്ക് നടത്തുന്നത് എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം, അവലോകന യോഗം
നടക്കുന്നു. അതിനുശേഷം കൃത്യമായിട്ടുള്ള ഒരു വിവരം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിക്കും എന്നുള്ളതാണ്. എന്തായാലും ഇവിടെ ഒരു പ്രശ്നങ്ങളുമില്ലാതെ സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മകരജ്യോതി ദർശിക്കുവാൻ വേണ്ടി പർണശാലകൾ കെട്ടി വിരിവെച്ച് സന്നിധാനത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ആയിരങ്ങളാണ് ഭക്തജനങ്ങളാണ് കാത്തിരിക്കുന്നത്. മകരവിളക്കിനായി ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ശബരിമലയിൽ വൻ ഭക്തജന തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. വിവരങ്ങളാണ് സന്നിധാനത്ത് നിന്നും റിനു ശ്രീധർ നൽകിയത്. ദേവസ്വം ബോർഡിനെയും ശബരിമലയെയും തകർക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ. ഇതിന്റെ ഭാഗമായി നുണകൾ പ്രചരിപ്പിക്കുന്നുവെന്നും പത്മകുമാർ. തകർത്ത് ഈ ദേവസ്വം ബോർഡിനെയും ക്ഷേത്രങ്ങളെയും തകർക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. മറുഭാഗത്ത് ശബരിമലയിൽ ഇതുപോലെ വലിയ കുഴപ്പമാണ്. ഇവിടെ വരുന്ന ഒരു ഭക്തജനങ്ങൾക്കും ഒരു കുഴപ്പമില്ല. നമ്മൾ തന്നെ ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, മുഴുവൻ ആളുകളും പറയുന്നത് ഇത്ര നല്ല ക്രമീകരണം ഇതിനു മുമ്പ് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല എന്നാണ്. അപ്പോൾ അതിനെ പ്രചരിപ്പിച്ച് ശബരിമലയിൽ എന്തോ കുഴപ്പം നടക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ, അതിലൂടെ രാഷ്ട്രീയ ലാഭം കൊയ്യാൻ വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത് ഭക്തജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. ശബരിമല വിഷയത്തിൽ ബി.ജെ.പി. കേരള നേതൃത്വം വീണ്ടും പ്രതിസന്ധിയിൽ. ദേശീയ കൌൺസിൽ ശബരിമല വിഷയത്തിൽ യാതൊരു ഉറപ്പും നൽകാത്തതോടെ ബി.ജെ.പിയുടെ ഇരട്ടത്താപ്പ് വീണ്ടും വ്യക്തമാകുന്നു. രാഷ്ട്രീയ നേട്ടത്തിനായി അണികളെയും വിശ്വാസികളെയും തെരുവിലിറക്കിയതിന് സംസ്ഥാന നേതൃത്വം മറുപടി പറയേണ്ട സാഹചര്യമാണ് കേരളത്തിൽ. അയോധ്യ ശബരിമല വിഷയങ്ങൾ വികാരപരമായി നിലനിർത്തി വോട്ടാക്കി മാറ്റുക, അതിലുപരിയായി ഈ വിഷയങ്ങളിൽ ബി.ജെ.പിക്ക് പ്രശ്നപരിഹാരത്തിന് യാതൊരു താല്പര്യവുമില്ല. ഇക്കാര്യം അടിവരയിടുന്നതായിരുന്നു ബി.ജെ.പി. ദേശീയ കൌൺസിലിലെ രാഷ്ട്രീയ പ്രമേയം. ദേശീയ നേതൃത്വത്തിന്റെ ഈ നിലപാടോടെ പ്രതിസന്ധിയിലായിരിക്കുന്നത് കേരളത്തിലെ ബി.ജെ.പിയാണ്. വിശ്വാസികൾക്കായി നിലകൊള്ളുന്നുവെന്നും വിഷയത്തിൽ പരിഹാരമുണ്ടാക്കാമെന്നുമുള്ള വാഗ്ദാനങ്ങളായിരുന്നു കേരളത്തിൽ ബി.ജെ.പി. നടത്തിയത്. എന്നാൽ രാഷ്ട്രീയ പ്രമേയത്തിൽ ശബരിമലയെക്കുറിച്ച് യാതൊന്നും മിണ്ടാഞ്ഞതോടെ ഇതൊക്കെ പൊള്ളവാഗ്ദാനങ്ങളാണെന്ന് തുറന്നുകാട്ടപ്പെട്ടു. വിഷയം രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുന്നതിനെതിരെ നേരത്തെയും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പുതിയ സംഭവത്തോടെ അണികളോട് വിശദീകരണം നൽകാൻ നേതാക്കൾ ഏറെ വിയർക്കേണ്ടി വരും. സമാനമായ സാഹചര്യമാണ് അയോധ്യ വിഷയത്തിലുമുള്ളത്. അയോധ്യ വിഷയത്തിലും യാതൊരു ഉറപ്പും നൽകാതെയായിരുന്നു ദേശീയ കൌൺസിൽ രാഷ്ട്രീയ പ്രമേയം പാസാക്കിയത്. എന്തെങ്കിലും വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചാൽ എന്തുകൊണ്ട് ഓർഡിനൻസ് കൊണ്ടുവന്നില്ല എന്നുൾപ്പെടെ ബി.ജെ.പിക്ക് പറയേണ്ടി വരും. അയോധ്യ വിഷയം പ്രമേയത്തിൽ നിന്ന് ഒഴിവാക്കിയത് ബി.ജെ.പിക്ക് മറ്റൊരു തരത്തിൽ തിരിച്ചടിയാണ്. ശിവസേനയും മറ്റ് തീവ്ര ഹിന്ദു സംഘടനകളും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ബി.ജെ.പിയെ വിമർശിക്കാനിടയുണ്ട്. അതിനാൽ തന്നെ അയോധ്യ വിഷയം പ്രമേയത്തിൽ നിന്ന് ഒഴിവാക്കിയത് ബി.ജെ.പിക്ക് മറ്റൊരു തരത്തിൽ വലിയ തിരിച്ചടിയാകും. ന്യൂസ് ബ്യൂറോ, ദില്ലി. മകരവിളക്കിനോടനുബന്ധിച്ച് ദേവസ്വം ബോർഡിന്റെയും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും സംയുക്ത അവലോകന യോഗം തുടങ്ങി. വിവരങ്ങളുമായി പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, അവലോകന യോഗം ആരംഭിച്ചിരിക്കുകയാണ്. പ്രധാനമായും ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ്? നാളെ മകരവിളക്കാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ തന്നെയായിരിക്കുമോ പ്രധാന വിഷയം? തീർച്ചയായും ശബരിമല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് തീർത്ഥാടകർക്കായിട്ട് എന്തെല്ലാം സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് അവലോകന യോഗത്തിൽ പ്രധാനമായും വിലയിരുത്തുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ അധ്യക്ഷനായിട്ടാണ് അവലോകന യോഗം ഇപ്പോൾ ചെയ്യുന്നത്. അവലോകന യോഗം ഇപ്പോൾ സന്നിധാനത്തെ ഗസ്റ്റ് ഹൗസിൽ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ ഉദ്യോഗസ്ഥർ, അതായത് ഓഫീസർ ഉൾപ്പെടെയുള്ള കൂടാതെ വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ ചേർന്നിട്ടുണ്ട്. ഇവർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന് ഏർപ്പെടുത്തിയ സൗകര്യങ്ങളെ കുറിച്ചെല്ലാം തന്നെ വിശദീകരിക്കും. ഈ മിക്കവാറും മകരവിളക്ക് ദിവസത്തിന്റെ തയ്യാറെടുപ്പുകൾ പിറ്റേ ദിവസം തന്നെ തുടരുന്ന രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക. മാത്രമല്ല, അയ്യപ്പ ഭക്തർക്ക് മുഴുവൻ സമയം മെഡിക്കൽ സംഘത്തിനടക്കം സേവനം ലഭ്യമാക്കുന്ന സംബന്ധിച്ച കാര്യങ്ങളും അടക്കമുള്ള വൈദ്യസഹായം അടക്കം എത്തിക്കാനായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്തും. ഒപ്പം KSRTC ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെ സഞ്ചാരം, അതിനുവേണ്ട നടപടികൾ, അതിന് മോട്ടോർ വാപ്പ് സ്വീകരിക്കേണ്ട നടപടികൾ, അതുപോലെ ദർശനം കഴിഞ്ഞ് ഭക്തർ മടങ്ങുമ്പോൾ മടങ്ങാനുള്ള ക്രമീകരണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആയിരിക്കും പ്രധാനമായിട്ടും ഈ യോഗത്തിൽ അവതരിപ്പിക്കുക. വിവിധ വകുപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, എന്തെല്ലാം സ്റ്റെപ്പുകൾ എടുത്തിട്ടുണ്ട്, അത് ഏതെല്ലാം വിധത്തിലാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ സ്വീകരിക്കും. അതിനുശേഷം അവലോകന യോഗത്തിന് ശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. മകരവിളക്കിനോടനുബന്ധിച്ച് ദേവസ്വം ബോർഡിന്റെയും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും സംയുക്ത അവലോകന യോഗം ആരംഭിച്ചിരിക്കുകയാണ്. വിവരങ്ങളാണ് പ്രശാന്ത് നൽകിയത്. ഇന്ത്യയെ മതരാഷ്ട്രമാക്കാനാണ് സംഘപരിവാർ ശ്രമമെന്ന് CPIM PB അംഗവും മുൻ ജനറൽ സെക്രട്ടറിയുമായ പ്രകാശ് കാരാട്ട്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മതനിരപേക്ഷ സർക്കാർ അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം. കുവൈറ്റിൽ കലാ കുവൈറ്റ്
40ാം വാർഷിക സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രകാശ് കാരാട്ട്. കുവൈറ്റ് ബ്യൂറോയുടെ റിപ്പോർട്ട്. ഇന്ത്യയെ മതരാഷ്ട്രമാക്കാനാണ് സംഘപരിവാര ശ്രമമെന്ന് CPIM മുൻ ജനറൽ സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ പ്രകാശ് കാരാട്ട്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മതനിരപേക്ഷ സർക്കാർ അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം കുവൈറ്റിൽ കലാ കുവൈത്തിന്റെ 40ാം വാർഷിക സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയാണ് പ്രകാശ് കാരാട്ട് ഇക്കാര്യം വ്യക്തമാക്കിയത്. The regime that we have in India today has an ambitious agenda, an agenda to transform what is the Indian Constitution, the Republican Constitution, and they have set themselves the goal of creating a new India by 2022. But what is that new India going to be? The powers that be that rule the country today, the forces which are now controlling the instruments of state power and the institutions of the state, want nothing less than creating a Hindu Rashtra. കുവൈത്തിൽ നിന്ന് ക്യാമറാമാൻ രഘു പെരാമ്പ്രക്കൊപ്പം TV ഹിക്മത്ത്, കൈരളി ന്യൂസ്. ദേശീയതലത്തിൽ മുന്നണി രൂപീകരണം ഇപ്പോൾ പ്രായോഗികമല്ലെന്നും അതിന് സാധ്യതയില്ലെന്നും പ്രകാശ് കാരാട്ട്. ഉണ്ടാകേണ്ടത് UP മോഡൽ സഖ്യങ്ങളെന്നും പ്രകാശ് കാരാട്ട്. കോൺഗ്രസുമായി ദേശീയതലത്തിൽ സഖ്യമുണ്ടാക്കാതെ BJPയെ പരാജയപ്പെടുത്താനാകില്ല എന്ന് താൻ പറഞ്ഞതായി ചില മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രകാശ് കാരാട്ട് തന്റെ നിലപാട് വ്യക്തമാക്കിയത്. കുവൈറ്റിൽ കൈരളി TVയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ അടിസ്ഥാനത്തിൽ ഒരു സഖ്യവും വരുന്ന തെരഞ്ഞെടുപ്പിൽ സാധ്യമാകില്ലെന്ന് പ്രകാശ് കാരാട്ട്. രാഷ്ട്രീയമായി ഇത് പ്രായോഗികവുമല്ല. ചില പ്രാദേശിക പാർട്ടികൾ ചേർന്ന് ഫെഡറൽ മുന്നണി ഉണ്ടാക്കാനുള്ള നീക്കമുണ്ട്. ഇതും പ്രയോഗ സാധ്യതയുള്ള നിർദ്ദേശമല്ലെന്നും പ്രകാശ് കാരാട്ട് കുവൈറ്റിൽ കൈരളി TVയോട് പറഞ്ഞു. I wish to state again that there can be no national level alliance for the coming Lok Sabha elections. Some people are asking whether there can be a Congress-led national alliance of all opposition parties. This is not possible, nor is it politically feasible. Nor is it going to be some sort of alliance like the Federal Front, where some regional parties are saying they will form a federal front. This will also not be a practicable proposition. What our party thinks is that in different states, according to the combination of forces there may be regional parties or there may be other parties, they will have to come to an understanding against the BJP. If they all work out a state-wise understanding, that will be the effective way to defeat the BJP. After that will come the question of what should be the form and composition of the secular government. That can be looked into later. But immediately what is necessary is in each state we should try to get the main forces who are against the BJP to cooperate. That will help in isolating and defeating the BJP, just as what has happened now in Uttar Pradesh. അടുത്ത തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ സഖ്യ സാധ്യതകളെപ്പറ്റി കഴിഞ്ഞ ദിവസം കുവൈറ്റിൽ നടന്ന പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തെറ്റായ വിധത്തിലാണ് പല മലയാള മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് വ്യക്തമാക്കി. കോൺഗ്രസുമായി ദേശീയ തലത്തിൽ സഖ്യമുണ്ടാക്കാതെ BJPയെ പരാജയപ്പെടുത്താനാകില്ല എന്ന് കാരാട്ട് പറഞ്ഞതായാണ് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രകാശ് കാരാട്ട് തന്റെ നിലപാട് വ്യക്തമാക്കിയത്. TV ഹിക്മത്ത്, കൈരളി ന്യൂസ്, കുവൈറ്റ്. സ്വർണ്ണപ്പണയ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് തട്ടിപ്പുകൾ വ്യാപകം. അംഗീകൃത സ്വർണ്ണ വ്യാപാരികളുടെ ആഭരണങ്ങളുടെ മാതൃകയിൽ മറ്റു ലോഹങ്ങളിൽ പണിതാണ് തട്ടിപ്പുകൾ. തട്ടിപ്പിന് പിന്നിൽ വൻ സംഘം. കുട്ടനാട്ടിലെ ചില പണമിടപാട് കേന്ദ്രങ്ങളിലാണ് കഴിഞ്ഞ ഡിസംബറിൽ തട്ടിപ്പുകൾ നടന്നത്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലുള്ള സ്ഥാപനങ്ങളിലെത്തി സമീപ പ്രദേശങ്ങളിലെ മേൽവിലാസം നൽകിയാണ് തട്ടിപ്പുകൾ നടത്തുന്നത്. അത് 916 സീലും കടയുടെ സീലും ഒക്കെ ഉണ്ടായിരുന്നു.